കൂട്ടുകാരെ, അഹങ്കരിക്കുന്നത് നല്ലതല്ല. അഹങ്കാരികളെ അള്ളാഹു ശിക്ഷിക്കും. സൂറ അൽ കഹ്ഫിലെ 32 മുതൽ 44 വരെ ആയത്തുകൾ ഒരു കഥ പറയുന്നുണ്ട്. രണ്ട് ചങ്ങാതിമാരുടെ കഥ. അതിലൊരാൾക്ക് 2 മുന്തിരിത്തോട്ടങ്ങളും ഈന്തപ്പനകളും ധാന്യകൃഷിയും ഉണ്ടായിരുന്നു. ആ തോട്ടത്തിനിടയിലൂടെ അരുവി ഒഴുകുന്നത് കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ? അദ്ദേഹം ആ തോട്ടത്തിൽ കയറുമ്പോഴെല്ലാം സന്തോഷിച്ചു. ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ തന്റെ ചങ്ങാതി വന്നു. അയാൾ ദരിദ്രനായിരുന്നു, പക്ഷേ സൽസ്വഭാവിയും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനുമായിരുന്നു. ചങ്ങാതിയെ, നിന്റെ തോട്ടം കാണാൻ എന്തു ഭംഗിയാണ്! ഒരുപാട് ഈന്തപ്പനകളും ധാന്യകൃഷിയുമെല്ലാം നിറഞ്ഞ് അൽഹംദുലില്ലാഹ്. പക്ഷേ ധനവാനായ സുഹൃത്ത് പറഞ്ഞു, ഈ അരുവിയും തോട്ടവും എല്ലാം എന്റേതു മാത്രമാണ്. അപ്പോൾ ദരിദ്രനായ ചങ്ങാതി തിരുത്തി, അങ്ങനെ പറയരുതേ. അള്ളാഹു നൽകിയ ധനത്തിൽ അഹങ്കരിക്കരുതേ. എല്ലായ്പ്പോഴും വിനയം വേണം. അപ്പോൾ ധനവാനായ സുഹൃത്ത് പറഞ്ഞു, അള്ളാഹു എനിക്ക് ഇനിയും ധനം നൽകും, ഒരുപാട് സമ്പത്തും സന്താനവും നൽകും. നിനക്ക് എന്റെ അത്ര സമ്പത്തില്ലാത്തത് കൊണ്ട് അസൂയയല്ലേ? അപ്പോൾ ദരിദ്രനായ ചങ്ങാതി പുഞ്ചിരിയോട് കൂടി പറഞ്ഞു, നിന്നേക്കാൾ സമ്പത്തും സന്താനം കുറഞ്ഞവനായി നീ എന്നെ കാണുന്നുവല്ലേ? ഇതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. അവനുദ്ദേശിച്ചാൽ എനിക്ക് സമ്പത്തും സന്താനവും നൽകും, അവനുദ്ദേശിച്ചാൽ നിന്റെ നശിപ്പിക്കുകയും ചെയ്യും. ഒന്നുകിൽ നല്ല മഴ വർഷിപ്പിച്ച് നിന്റെ തോട്ടമാകെ ചതുപ്പ് നിലമാക്കി മാറ്റും, അതല്ലെങ്കിൽ മഴയൊന്നും നൽകാതെ വെള്ളം വറ്റിച്ച് നിന്റെ കൃഷിയെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് അള്ളാഹുവോട്